ഒരു മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. വെയിറ്റ് ചെയ്യുന്നത് സമയമല്ല, നമ്മളാണ് വെയിറ്റ് ചെയ്യുന്നത്. നമുക്കത് പറയാനേ പറ്റുള്ളൂ. സമയം പൊക്കോടനെ ഇരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുക, ടൈമിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ആക്ഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റും? ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് നമുക്ക് 2 തരം ഡിസിഷൻസ് നമ്മൾ എല്ലാ ദിവസവും എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് ഒന്ന് ടൈപ്പ് 1 ഡിസിഷൻ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് ആണ്. ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു, പക്ഷേ വേണമെങ്കിൽ ആ തീരുമാനം പിന്നെയും നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഡിസിഷൻ. ഉദാഹരണത്തിന്, എനിക്കിന്നൊരു വൈറ്റ് കളർ ഷർട്ട് ഇടുന്നതായിരുന്നു ആഗ്രഹം. ഞാൻ ആ ഷർട്ട് എടുത്ത് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദർ ഈസ് എ പോസിബിലിറ്റി ദാറ്റ് എനിക്ക് അതിനെ മാറ്റിയിട്ട് ഒരു മഞ്ഞ ഷർട്ട് ഓണിൽ ഇടാൻ പറ്റും. ഇനി രണ്ടാമതൊരു ഡിസിഷൻ ഉണ്ട്, അതാണ് ഇറിവേഴ്സിബിൾ ഡിസിഷൻസ്. ഇറിവേഴ്സിബിൾ ഡിസിഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം എനിക്ക് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാനൊരാളെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ആളിനെ മാറ്റി വേറൊരാളെ റീപ്ലേസ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഡിസിഷൻസിനെയാണ് ഇറിവേഴ്സിബിൾ ഡിസിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ റിവേഴ്സിബിൾ ആയിട്ടുള്ള ഡിസിഷൻ നിങ്ങൾ എടുക്കേണ്ടത് ക്വിക്കായിട്ടാണ്. അതായത് ഷർട്ട് എടുക്കാനായിട്ട് ഏത് ഡ്രസ്സ് ചൂസ് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചത് 5 മിനിറ്റ് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കത് 3 സെക്കൻഡ് മതി. ഈ സേവ് ചെയ്ത സമയമാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്.